നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികളെ യാത്ര ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ വമ്പൻ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് സൗദി. രാജ്യത്തേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ലോട്ടറി അടിച്ച പോലെ ഒരു തീരുമാനമാണ് വന്നിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ നിയമവിധേയമായി താമസിക്കുന്ന എല്ലാവർക്കും പ്രൊഫഷൻ മാനദണ്ഡമാക്കാതെ സൗദിയിലേക്ക് ടൂറിസ്റ്റ് വിസ അനുവദിക്കുമെന്ന് ടൂറിസം മന്ത്രാലയം അറിയിച്ചു. വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളായ ഇവന്റുകൾ, വിനോദ പരിപാടികളിൽ പങ്കെടുക്കൽ തുടങ്ങി ഉംറ നിർവഹിക്കാനും മദീന സന്ദർശനത്തിനും രാജ്യത്ത് എവിടെയും സഞ്ചരിക്കാനും ടൂറിസ്റ്റ് വിസയിൽ എത്തുന്നവർക്ക് അനുവാദമുണ്ടാകും. വിനോദ പരിപാടികളിൽ പങ്കെടുക്കൽ തുടങ്ങിയവയെല്ലാം ഇത്തരം വിസയിൽ എത്തുന്നവർക്ക് അനുവദനീയമാണ്. എന്നാൽ ഇവർക്ക് ഹജ്ജ് ചെയ്യുന്നതിനോ ഹജ്ജ് കർമ്മങ്ങളുടെ ദിനങ്ങളിൽ ഉംറ നിർവഹിക്കുന്നതിനോ അനുവാദമില്ല. സിംഗിൾ എൻട്രി ടൂറിസ്റ്റ് വിസ ഇഷ്യൂ ചെയ്ത തീയതി മുതൽ 3 മാസത്തേക്ക് സാധുതയുള്ളതായിരിക്കും. ഇത്തരം വിസയിൽ അനുവദനീയമായ താമസ കാലയളവ് 30 ദിവസമാണ്. 90 ദിവസം വരെ രാജ്യത്ത് തങ്ങാൻ അനുവദിക്കുന്ന 1 വർഷത്തേക്ക് സാധുതയുള്ള മൾട്ടിപ്പിൾ എൻട്രി വിസയും ലഭ്യമാണ്. വിസയ്ക്ക് അപേക്ഷിക്കുന്നതിന് 18 വയസ്സ് പൂർത്തിയാവണം. കുട്ടികൾക്ക് രക്ഷിതാക്കളാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷകന്റെ പാസ്പോർട്ടിന് 6 മാസത്തെയും റെസിഡൻസി ഐഡിക്ക് 3 മാസത്തെയും കാലാവധി ഉണ്ടായിരിക്കണം. അപേക്ഷകർ അവരുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും പ്രത്യേക വിസ അപേക്ഷകൾ പൂർത്തിയാക്കുകയും സൗദിയിൽ പ്രവേശിക്കുമ്പോൾ അംഗത്തെ അനുഗമിക്കുകയും വേണം. 300 റിയാലാണ് വിസ ഫീസ്. വിസ ലഭിക്കുന്നതിന് ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാണ്. മാത്രമല്ല, നിങ്ങളുടെ ടിക്കറ്റ് ഒരു വിസയാകുന്നു എന്ന പദ്ധതിയിലൂടെ വൻ മാറ്റത്തിനാണ് സൗദി വഴി തുറന്നത്. സൗദി എയർലൈൻസ് വിമാനത്തിൽ സൗദിയിലേക്കുള്ള ടിക്കറ്റ് എടുക്കുന്ന യാത്രക്കാർക്ക് ഇതിനൊപ്പം സൗജന്യ ടൂറിസ്റ്റ് വിസയും നൽകുന്നതാണ് പദ്ധതി. സൗദിയിൽ പ്രവേശിക്കുന്നവർക്ക് 4 ദിവസം രാജ്യത്ത് ചെലവഴിക്കാനുള്ള സൗകര്യമാണ് പുതിയ വിസയിലൂടെ ലഭ്യമാകുക. ഇതിലൂടെ രാജ്യത്ത് എവിടെയും സഞ്ചരിക്കാനും ഉംറ നിർവഹിക്കാനും യാത്രക്കാർക്ക് അനുവാദമുണ്ടാകും. ഇത് വലിയൊരു അവസരമാണ്. രാജ്യത്ത് പ്രവേശിച്ചതു മുതൽ 96 മണിക്കൂർ അഥവാ 4 ദിവസമാണ് വിസയ്ക്ക് കാലാവധി ഉണ്ടാകുക. ഈ സമയത്തിനിടെ രാജ്യത്ത് എവിടെയും സഞ്ചരിക്കാനും വിനോദ സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുക്കാനും സാധിക്കുന്നതാണ്. കൂടാതെ മക്കയിൽ ഉംറ ചെയ്യാനും മദീന സന്ദർശനത്തിനും ഇങ്ങനെ എത്തുന്നവർക്ക് അനുവാദമുണ്ട്. യാത്രക്കാരന് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനൊപ്പം വിസ കൂടി അപേക്ഷിക്കാനുള്ള സൗകര്യം സൗദിയുടെ പുതിയ ടിക്കറ്റിംഗ് സംവിധാനത്തിൽ ഉൾപ്പെടുത്തുമെന്ന സൗദി എയർലൈൻസ് വക്താവ് അബ്ദുള്ള അൽ ഷഹ്റാനി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. വിസ ആവശ്യമുള്ളവർക്ക് 3 മിനിറ്റിനുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാം. മറ്റ് വിസ നടപടിക്രമങ്ങൾ പോലെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കേണ്ട ആവശ്യമില്ല. പദ്ധതി പ്രകാരം വരുന്നവർക്ക് രാജ്യത്തെ എല്ലാ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും ഇറങ്ങാവുന്നതാണ്. സന്ദർശനം പൂർത്തിയാക്കി സൗകര്യപ്പെട്ട വിമാനത്താവളങ്ങളിൽ നിന്ന് മടങ്ങാനും അനുവാദമുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.